ഇതുവരെ ജോലിയൊന്നും തീർന്നില്ലേ? ജോലി ഏതാണ്ട് പൂർത്തിയായി. എങ്ങനെ പറയും? ഏതാണ്ട് പൂർത്തിയായി. The work is all but finished. The work is all but finished. All but finished എന്നാണ് പറയുക. All but. അത് ഏതാണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും മത്സരം ഏതാണ്ട് അവസാനിച്ചിരുന്നു. എങ്ങനെ പറയും? The match was all but finished. The match was all but finished. ഒരു വിദ്യാർത്ഥി ഒഴികെ എല്ലാവരും പാസ്സായി. ഇങ്ങനെ പറയും. All but one student passed. All but one student passed the exam. All but one. All but one student passed the exam. അപ്പോൾ all butൻ്റെ രണ്ടർത്ഥമാണുള്ളത്. ഒന്ന് ഏതാണ്ട്, ഒന്ന് ഒഴികെ. 2 മെമ്പേഴ്സ് ഒഴികെ എല്ലാവരും മീറ്റിങ്ങിൽ പങ്കെടുത്തു. All but 2 members attended the meeting. All but 2 members attended the meeting. പാസ്പോർട്ട് ഒഴികെ എല്ലാം അവന് നഷ്ടമായി. He lost all but his passport. He lost all but his passport. പദ്ധതി ഏതാണ്ട് പൂർത്തിയായി. The project is all but finished. പദ്ധതി ഏകദേശം പൂർത്തിയായി. അപ്പോൾ ഇനി നിങ്ങൾ പറയണം, ഒരു കുട്ടി ഒഴികെ എല്ലാവരും ഇന്ന് സ്കൂളിൽ വന്നു. ഒരു കുട്ടി ഒഴികെ എല്ലാവരും ഇന്ന് സ്കൂളിൽ വന്നു. ഇങ്ങനെ പറയും. കമൻറ്റ് ചെയ്യണേ.